അങ്ങനെ ഒരു ദിവസം അനാമിക വേണുവിന് ഫോൺ ചെയ്യുകയാണ്. ഈ സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അനാമിക എന്താണ് പറയുന്നതെന്നറിയാൻ വേണ്ടി ജാനകി ആ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അനാമിക അച്ഛനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് മടുത്തു. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നന്ദുവും SI ആയിട്ട് ഇപ്പം തന്നെ വരും. അതുകൊണ്ട് ഇതൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് കേട്ട ഉടനെ വേണു ചോദിക്കുന്നുണ്ട്, മോളെന്താ അങ്ങനെ പറയുന്നേ? അത് പിന്നെ അച്ഛാ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആ അവൻ എനിക്കൊരൊറ്റ സ്നേഹം പോലും തരുന്നില്ലല്ലോ. അവൻ്റെ മനസ്സിലിപ്പോഴും ആ നന്ദു അല്ലേ. അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നടക്കുന്നുണ്ടച്ചാ. അവർ തമ്മിൽ കാണുന്നവരെയുണ്ട്. അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തിടത്തോളം അനി ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല. അവനിപ്പോഴും ആ മൊട്ടച്ചി മതി. അതുകൊണ്ടാച്ചാ ഞാനീ പറയുന്നേ. അവൻ്റെ ഭാര്യയായി ഇനി തുടരുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അനിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ ജാനകി. ജാനകിക്കാണെങ്കിൽ അനാമികയുടെ സംസാരം കേട്ടിട്ട് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് വേണു അനാമികയോട് ചോദിക്കുന്നുണ്ട്, മോളെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് മോൾ ഇങ്ങോട്ട് വന്നാൽ ശരിയാവുന്നത്? അതുമാത്രവുമല്ല, മോൾ അനിയെ വിട്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനി നന്ദുവിനെ വിവാഹം കഴിക്കും. അതിനധികം താമസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതൊക്കെ കേട്ട് അനാമിക പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ അവൻ്റെ ഭാര്യാസ്ഥാനത്ത് നിന്ന് മാറുമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ നന്ദുവിനെ അവന് കെട്ടിക്കുകയില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. വേണുവിന് കാര്യം മനസ്സിലാകുന്നില്ല. മോളെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് വേണു. അപ്പോൾ അനാമിക പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ, അവൻ നന്ദുവിനെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ അവനെ അങ്ങ് തീർക്കും. ഒരു സൂയിസൈഡാണെന്നേ തോന്നുകയുള്ളൂ. അത്രയും നല്ല പെർഫെക്റ്റായിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്. ആ പറയുന്നത് കേട്ട് വേണുവിന് പേടിയാവുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? നിൻ്റെ ഭർത്താവല്ലേ അനി. അതൊന്നും ശരിയാവില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? അതിനെപ്പറ്റിയൊന്നും നീ ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ അനാമിക നല്ല ബോൾഡായിട്ട് തന്നെ പറയുകയാണ്, അച്ഛാ, ഭർത്താവ് പോയാൽ വേറെ ഭർത്താവിനെ കിട്ടും. അതേസമയം കാശ് പോയാലുണ്ടല്ലോ, വേറെ കാശ് കിട്ടണമെങ്കിൽ നമ്മൾ അതേപോലെ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്നാലും മോളെ, നമ്മൾ ഇങ്ങനൊരു കടുങ്കൈക്ക് മുതിരണോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അനങ്ങിയെ വകവരുത്തുകയല്ലാതെ തൻ്റെ ലക്ഷ്യങ്ങളൊന്നും നടപ്പാകില്ലെന്ന് അനാമിക തീരുമാനിച്ചു കഴിഞ്ഞു. ഇതേ സമയത്താണ് രേവതി വേണുവിൻ്റെ അരികിലേക്ക് വരുന്നത്. വേണു അനാമികയുമായിട്ട് ഫോൺ സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രേവതി വേണുവിൻ്റെ കയ്യിൽ ഫോൺ വാങ്ങിച്ചിട്ട്, മോളെ, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? നിൻ്റെ ഭർത്താവല്ലേ അനി. നീ അവനെ കൊല്ലാനൊന്നും നിൽക്കണ്ട. വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് അനാമികയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനാമിക അപ്പോഴും പറയും, പിന്നെ ഞാൻ എന്താ അമ്മേ ചെയ്യണ്ടേ? എന്തായാലും അവൻ എന്നെ ഇനി ഒരിക്കലും സ്നേഹിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം അവൻ നന്ദുവിനെയും കൂട്ടി ഇവിടെ വന്നാലേ ഞാൻ ഇവിടുന്ന് വെറും കൈയോടെ ഇറങ്ങേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ഞാനിവിടുത്തെ അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ നോക്കി ജീവിക്കേണ്ടി വരുമോ? ഒരിക്കലുമില്ല. മാത്രമല്ല, ഞാനിവനെ കല്യാണം കഴിച്ചത് തന്നെ ഇവൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലേ, അല്ലാതെ അവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ. ഈ സ്വത്തെല്ലാം അടിച്ചു മാറ്റിയിട്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കണമെന്ന് കരുതിയിട്ടല്ലേ നമ്മൾ ഈ പ്ലാനെല്ലാം തിരഞ്ഞെടുത്തത്. അതുകൊണ്ടിനി ഇതല്ലാതെ വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല അമ്മേ. ഈ വീടും സ്വത്തുക്കളും ഒന്നും ഭാഗം വെച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് കടുത്ത പ്രയോഗമാണെങ്കിലും ഇതല്ലാതെ വേറൊരു മാർഗവും കാണുന്നില്ല നമ്മുടെ മുന്നിൽ. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, നീ അനിയെ ഇല്ലാതാക്കിയാൽ നീ വിധവയായി പോവുകയല്ലേ ചെയ്യൂ. വേറെന്താ നിനക്ക് പ്രയോജനം? അപ്പോൾ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛാ, വിധവയായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അനിയുടെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവനും മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ പേരിൽ എഴുതി തരും. പിന്നെ അനിയുടെ പേരിലുള്ള 3 ബ്രാഞ്ചുകളും ബാക്കി ഷെയറുകളുമെല്ലാം എനിക്ക് പോരും. ഇതുപോരെ അച്ഛാ നമുക്ക് ജീവിക്കാൻ? എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അനാമിക രേവതിയോടും വേണുവിനോടുമായിട്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജാനകി കേട്ട് നിൽപ്പുണ്ടല്ലോ. ജാനകിയാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ് കേട്ടോ.
എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഇവൾ ഇത്രയ്ക്കും വലിയ ദുഷ്ടയായിരുന്നോ? ഇവൾ എൻ്റെ മകനെ കൊല്ലാനൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. ഇവൾ ഇങ്ങനത്തെ ആളാണോ? ഇവളെയാണല്ലോ ഞാൻ പൊന്നേ കേരളയെന്നൊക്കെ വിളിച്ച് എൻ്റെ മകന് കൊടുക്കാത്ത സ്നേഹം പോലും കൊടുത്തത്. അപ്പോൾ നവ്യയും നയനയും ഒക്കെ പറഞ്ഞത് എന്ത് കറക്റ്റായിരുന്നു. ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രോഡുകളാണ്. ഇവളെൻ്റെ മകനെ കൊന്നിട്ട് പൈസ ഉണ്ടാക്കാനാണ് തീരുമാനിക്കുന്നത്. ഇവൾ എന്തൊരു സാധനമാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് വാക്യങ്ങളുടെ കേൾക്കാൻ വേണ്ടി പുറകിൽ തന്നെ നിൽക്കുകയാണ് ജാനകി. അനാമികയാണെങ്കിൽ ജാനകി നിൽക്കുന്നതൊന്നും അറിയുന്നുമില്ല. തുടർന്ന് വേണുവിനോട് പറയുന്നുണ്ട്, അച്ഛാ, പ്ലാനിങ് ഒക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. എന്തായാലും അവൻ ചത്തു കഴിഞ്ഞ് ഞാൻ വിധവയാകുമല്ലോ. വിധവയായതിനു ശേഷം കിട്ടുന്ന സഹതാപങ്ങളൊക്കെ, ആ സഹതാപത്തോടെ കിട്ടുന്ന സ്വത്തുക്കളൊക്കെ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണം. ഇവിടെ നിന്ന് നമുക്ക് വേറെ നാട്ടിലോട്ടൊക്കെ പോയി അവിടെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇങ്ങനൊക്കെ മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് അനാമിക രേവതിയോടും വേണുവിനോടും ഈ പ്ലാനിങ് ഒക്കെ പറയുന്നത്. എന്നാൽ പെട്ടെന്നാണ് കേട്ടോ ജാനകിയുടെ കയ്യിലിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ് താഴേക്ക് വീഴുന്നത്. അനാമികയ്ക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ വന്നപ്പോഴാണ് ജാനകി കാര്യങ്ങളെല്ലാം കേട്ടത്. ഇതെല്ലാം കേട്ട ഷോക്കിൽ ജാനകിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട്. ഗ്ലാസ് വീണ് പൊട്ടിയ സൗണ്ട് കേട്ട് അനാമിക തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതാ തൊട്ട് മുമ്പിൽ ജാനകി ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് അനാമിക അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. ജാനകി ദേഷ്യത്തോടെ വന്ന് ചോദിക്കുന്നുണ്ട്, എടി, നീ എന്താടി പറഞ്ഞത്? നിനക്ക് എൻ്റെ മകനെ കൊല്ലണോ? ഞാനേ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്. ഞാൻ എൻ്റെ മകനേക്കാൾ കൂടുതൽ വിശ്വസിച്ചത് നിന്നെയാടി. ആ നിൻ്റെ വായിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഇതെല്ലാം കേൾക്കേണ്ടി വന്നത്. നിന്നെ ഞാൻ കാണിച്ചു തരാവടി എന്നൊക്കെ പറഞ്ഞ് ജാനകി അനാമികയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ അനാമികയാണെങ്കിൽ മാറി നിൽക്കുക തള്ള എന്ന് പറഞ്ഞ് ജാനകിയെ തള്ളിയിടുന്നുണ്ട്. പക്ഷേ ജാനകി അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല. അത്രയ്ക്ക് വെറുപ്പാണ് അനാമികയോട് ജാനകിക്ക്, ദേഷ്യവും വെറുപ്പും. അതുകൊണ്ട് തന്നെ സർവ്വശക്തിയും എടുത്തിട്ട് ജാനകി വീണ്ടും എഴുന്നേൽക്കുന്നു. എന്നിട്ട് വീണ്ടും വന്ന് അനാമികയുടെ നേർക്ക് പറയുന്നുണ്ട്, എടി, എൻ്റെ മകൻ്റെ രക്തം കുടിക്കാൻ വന്ന രാക്ഷസി, നിനക്ക് എൻ്റെ മകനെ കൊല്ലണം അല്ലേടി? അതിനുവേണ്ടിയാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? നിൻ്റെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ മകനെ അവിശ്വസിച്ചു. എന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വിവാഹം കഴിപ്പിച്ചു. അപ്പോഴും എൻ്റെ വിചാരം നീ എൻ്റെ മകനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. നീ എൻ്റെ മകൻ്റെ സ്വത്ത് മാത്രം കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണും പൂട്ടി അനാമികയെ പൊതിരെ തല്ലുകയാണ് ജാനകി. അപ്പോൾ ഈ അടിയും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവയാനി അങ്ങോട്ട് വന്നപ്പോൾ ആദ്യം കാണുന്നത് ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടി കുപ്പിച്ചിലെല്ലാം നിരനിരയായി കിടക്കുന്നതാണ്. അതിൻ്റെ കൂടെ ജാനകി അനാമിയെ ഇങ്ങനെ പൊതിരെ തല്ലുന്നത് കൂടെ കാണുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? നീ എന്തിനാ അവളെ തല്ലുന്നത്? അപ്പോഴേക്ക് ഈ ബഹളം കേട്ടുകൊണ്ട് അനിയും നയനയും നവ്യയും ആദർശും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ ജാനകി, എന്തിനാ നീ അനാമിക മോളെ ഇങ്ങനെ തല്ലുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവയാനി ജാനകിയെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ജാനകിയാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനാമികയെ എത്ര തല്ലിയിട്ടും ജാനകിക്ക് മതിയാവുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ ജാനകിയോട് ചോദിക്കുകയാണ് എന്താ കാര്യമെന്ന്. ഒടുവിൽ ജാനകി പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ ജ്യൂസും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവൾ ഫോൺ ചെയ്യുകയായിരുന്നു. ഇവളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാൻ വെളിയിൽ മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടെന്താ, ഇവളുടെ പ്ലാനിങ് എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റി. ഇവൾ എൻ്റെ മോനെ, നമ്മുടെ അനിമോനെ കൊല്ലാനാണ് ഇവൾ പ്ലാൻ ചെയ്തത്. ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് നമ്മുടെ മോനെ കൊന്നിട്ട് അത് ആത്മഹത്യയാക്കി മാറ്റുമത്രേ. അങ്ങനെ ഇവൾക്ക് നമ്മുടെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം, അതാണ് പ്ലാൻ. ഈ സത്യങ്ങളെല്ലാം കേട്ട് അജയൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ജാനകി പറയുന്നുണ്ട്, നമ്മുടെ മോനെ കൊന്നാൽ ഇവള് വിധവയാകുമല്ലോ. അങ്ങനെ വിധവയായാൽ ഇവളെ എല്ലാവരും സഹതാപത്തോടു കൂടി നോക്കും. അങ്ങനെ നമ്മുടെ മോൻ്റെ സ്വത്തും 3 ബ്രാഞ്ചും എല്ലാ ഷെയറും എല്ലാം ഇവൾക്ക് കൊടുക്കും. അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ നാടേ വിട്ടു പോകാനാണ് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ശ്രമിക്കുന്നത്. ജാനകിയിൽ നിന്ന് പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കിനും എല്ലാവരും ഞെട്ടിത്തരിച്ചു പോകുന്നുണ്ട്. മുത്തശ്ശനാണ് ഇതൊന്നും വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ഇത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട് ജാനകിയോട്.
അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ശേഷം ജാനകിയാണെങ്കിൽ അനാമികയുടെ അടുത്തോട്ട് ചെന്നിട്ട് തല്ലിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവളെയും ഇവളുടെ അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. അനി, നന്ദുവിനോട് നീ തന്നെ പറ ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രോഡുകളാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ? പക്ഷേ നിങ്ങൾ ആരും അതൊന്നും വിശ്വസിച്ചില്ല. എന്തിന്? നവ്യയിടത്തേക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തതുപോലും ഇവളാണ്. അത് കുടിച്ചതോ എൻ്റെ അമ്മയും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതുമാത്രമോ, എൻ്റെ അനിയത്തി നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതുപോലും ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ചേർന്നാണ്. മാത്രവുമല്ല, നന്ദു SI ടെസ്റ്റ് എഴുതാതിരിക്കാൻ വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്തെന്നറിയുമോ? അങ്ങനെ ജാനകിക്ക് എല്ലാ സത്യങ്ങളും ബോധ്യമായിരിക്കുകയാണ്. അന്ന് വേണ്ട സമയത്ത് ഇവരുടെ വാക്കുകളൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ലല്ലോ എന്നോർത്ത് ജാനകിക്ക് കുറ്റബോധവും തോന്നുന്നുണ്ട്. ഇനി ഞാൻ എന്തായാലും ഇവളെ ഇവിടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിറക്കി താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ശേഷം വീടിന് പുറത്തേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് അനാമികയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ജാനകി പറയുന്നുണ്ട്, നീ വിധവയാകാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മകന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. അതും പറഞ്ഞ് അനാമികയ്ക്ക് നേരെ വാതിൽ കൊട്ടിയടക്കുകയാണ് ജാനകി. ശേഷം പൊട്ടിക്കരയുന്നുണ്ട് ജാനകി. ദേവയാനി ഇത് കണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയും, ഇത്രയും കാലം എൻ്റെ മകനേക്കാൾ കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും എല്ലാം ഇവളെയല്ലേ ഏട്ടത്തി? ഇത്രയും വലിയൊരു വിഷജന്തുവാണ് ഇവളെന്ന് ഞാൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ലല്ലോ. എനിക്കിപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞ് ജാനകി കുറ്റബോധത്താൽ പൊട്ടി കരയുന്നുണ്ട്. അനാമികയാണെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിയെന്ന് മനസ്സിലായിട്ടും വീണ് കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കവിളത്ത് പാടൊക്കെയായിട്ട് രേവതിയുടെയും വേണുവിൻ്റെ അടുത്തേക്ക് അനാമിക ചെല്ലുമ്പോൾ അവരോടായിട്ട് രേവതി പറയുന്നുണ്ട്, ഇനി ഞാനൊരു കളി കളിക്കാൻ പോവുകയാണെന്ന്. എന്തായാലും ഇനി അവരെന്നെ ആ വീട്ടിലേക്ക് കയറ്റില്ല. അതുകൊണ്ട് ഈ പാട് വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവുകയാണ്. വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളുടെ പ്ലാനെന്ന്. അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക തൻ്റെ ഫേസ്ബുക്കിൻ്റെ ലൈവ് ഓണാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് മുഖത്തെ പാട് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ എൻ്റെ ഈ മുഖത്തെ പാട്? ഇതെൻ്റെ അമ്മായിയമ്മ എന്നെ തല്ലിയതാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ അനന്തപുരിയിലുള്ള എല്ലാവരും എന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ട്. കല്യാണത്തിൻ്റെ സമയത്ത് 101 പവനും ഒരു കാറും കൊണ്ട് ആണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ അതിൽ പോരെന്നും പറഞ്ഞ് അവരെന്നെ ഉപദ്രവിക്കുകയാണ്. അവരിപ്പോൾ പറയുന്നത് 5 കോടി രൂപയും സ്വർണവും ഇനിയും വേണമെന്നും പറഞ്ഞുകൊണ്ടാണ്. അവസാനം ആ പേരും പറഞ്ഞാണ് അവരെന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത്. ഞങ്ങൾക്ക് അവരോട് പൊരുതാനുള്ള ആൾബലമൊന്നുമില്ല. അതുകൊണ്ട് ഈ ലൈവ് കാണുന്ന എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എല്ലാവരും വലിയ ആളായി കാണുന്ന ആ മൂർത്തി സാറുണ്ടല്ലോ, അയാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. സ്വത്തിനോടും പണത്തിനോടുമൊക്കെ വല്ലാത്ത ആർത്തിയുള്ള ഒരാളാണ് അയാൾ. എൻ്റെ കല്യാണത്തിന് മുമ്പ് മറ്റ് 2 മരുമക്കൾ കൂടി അവിടെ വന്ന് കയറിയിരുന്നു. അവർക്കും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. പിന്നീട് അവർക്കും എന്നെപ്പോലെ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് നയന എന്ന് പറയുന്നവൾ വലിയ ഡിസൈനൊക്കെ ചെയ്ത് ആ കമ്പനിക്ക് ഒരുപാട് ലാഭം വാങ്ങിക്കൊടുത്തു. അങ്ങനെയാണ് നയനേച്ചിയും നവ്യേച്ചിയും ആ വീട്ടിൽ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ അവരും കൂടെ ചേർന്നിട്ടാണ് എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത്. കാരണം അവരുടെ അനിയത്തി നന്ദുവിനെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ലൈവിൽ പൊട്ടിക്കരയുകയാണ് അനാമിക. ഈ സമയത്ത് രേവതിയും വേണുവാണെങ്കിൽ അതെ, ഞങ്ങളുടെ മോള് പറഞ്ഞതെല്ലാം ശരിയാണ്. അവർ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ മകളെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ഇനിയും സ്ത്രീധനം വേണമെന്നാണ് അവർ പറയുന്നത്. ഇനിയും 5 കോടി രൂപയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ്? ഞങ്ങളുടെ സ്വത്തെല്ലാം കൊടുത്താണ് ഞങ്ങൾ ഞങ്ങളുടെ മകളെ കെട്ടിച്ചയച്ചത്. ഇനി ഞങ്ങളുടെ മകൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി ഞങ്ങളുടെ മുന്നിലുള്ള ഏക വഴിയെന്ന് പറയുന്നത് ആത്മഹത്യയാണ്. ഇനി ഞങ്ങളെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ കരുതിയാൽ മതി. പിന്നെ ഞങ്ങൾ ഈ ലൈവ് ചെയ്യാൻ കാരണം എന്തെന്നാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ? അതിനുവേണ്ടിയാണ്. ഇതും പറഞ്ഞുകൊണ്ട് വേണുവും രേവതിയും അനാമികയും കണ്ണീരൊഴുക്കുകയാണ് ലൈവിൽ നിന്നുകൊണ്ട്. എന്തായാലും ഇവരുടെ ഈ ലൈവ് പിന്നീട് അങ്ങോട്ട് വൈറലാവുന്നുണ്ട്.
അത് അനന്തപുരിക്കാരും കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഇവൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നേ? നമ്മളെ കരുതിക്കൂട്ടി അപമാനിച്ചതാണ്. ഇത് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും അത് നടന്നു. ഇനി ഇവൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമല്ലേ, അത് നമുക്ക് കൊടുക്കാം. അതോടുകൂടി ഈ ബാധ എന്നേക്കുമായി നമ്മളെ വിട്ടൊഴിയും. അതുകൊണ്ടൊന്നും കാര്യമില്ല ചെറിയമ്മേ. അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വനിതാ പ്രവർത്തകരും പോലീസും ഒക്കെ ഇനി ഇവിടെ വരും. ഏതായാലും നയന പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. മാധ്യമങ്ങളും വനിതാ കമ്മീഷനും പോലീസുകാരും എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ വലിയൊരു ജനാവലി തന്നെ അവിടെ തടിച്ചു കൂടുകയാണ്. മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ മീഡിയയിലെ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇളയ മരുമകളാണല്ലോ ഇപ്പോൾ ലൈവ് ഇട്ടിരിക്കുന്നത്. ആ മരുമകൾ പറഞ്ഞതെല്ലാം സത്യമാണോ? ആ മരുമകളെ നിങ്ങൾ ഒരുപാട് അടിച്ചു, ഉപദ്രവിച്ചു, ഇതിലെങ്ങാനും വല്ല കഴമ്പുമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നത് കേട്ട് ജാനകി അതിനിടയിൽ ഉത്തരം പറയുകയാണ്, അതെ, ഞാനാണ് അവളെ തല്ലിയത്. ജാനകി ആ പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. വനിതാ കമ്മീഷനിലെ ഒരു ലേഡി ചോദിക്കുന്നുണ്ട്, ഒരു സ്ത്രീയെ ഗാർഹിക പീഡനത്തിനിരയാക്കിയാൽ അതിൻ്റെ ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ജാനകി പറയും, ഇതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവൾ എൻ്റെ മകനെ കൊല്ലുമെന്ന് അവളുടെ അച്ഛനെ ഫോൺ വിളിച്ചറിയിക്കുന്നത് ഞാൻ കേട്ടതാണ്. വിധവയായിട്ട് എൻ്റെ മകൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവൾക്ക് ഈ നാട് വിടണമെന്ന്. അതുകൊണ്ടാണ്, അതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവളെ തല്ലിയത്. തുടർന്ന് അടുത്ത ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ ആ കുട്ടിയോട് 5 കോടി രൂപ ആവശ്യപ്പെട്ടെന്നാണല്ലോ മീഡിയയിൽ ആ കുട്ടി പറഞ്ഞത്. എന്നെപ്പറ്റി നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിവ് കാണുമല്ലോ. ഞാൻ കുറേ പേരെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ബിസിനസ് ഈ കേരളത്തിൽ മാത്രമുള്ളതല്ല, പുറത്തോട്ടുമുണ്ട്. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ഈ 5 കോടി രൂപ? എന്നാൽ അനാമിക പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മീഡിയക്കാർ വീണ്ടും ചോദിക്കുമ്പോൾ, ആ കുട്ടിയുടെ അമ്മായിമ്മ പറഞ്ഞതാണ് ശരി. ആ കുട്ടിയുടെ അമ്മായിമ്മ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. അവൾ വെറുക്കുന്ന പോലൊരു പരിപാടി അവൾ ചെയ്തപ്പോൾ ജാനകിക്ക് താങ്ങാനായില്ല. അതുകൊണ്ടാണ് അവൾ അടിച്ചത്. നിങ്ങൾ ഒരാളുടെ ഭാഗം മാത്രം കേൾക്കരുത്. ആ കുട്ടി സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. സ്ത്രീ സുരക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ. എന്നാൽ പുരുഷന്മാർ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കുകയും അതിലെന്താണ് സത്യമുള്ളതെന്ന് തിരിച്ചറിയുകയും വേണം. എന്നിട്ട് വേണം നടപടിയെടുക്കാൻ. അങ്ങനെയെല്ലാം മുത്തശ്ശൻ മീഡിയയ്ക്ക് മുമ്പിൽ വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും ജാനകിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, മരുമകൾ നിങ്ങൾക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞങ്ങളോട് സഹകരിക്കണം. ഈ സമയത്ത് മുത്തശ്ശനെ ഒന്ന് നോക്കുന്നുണ്ട് ജാനകി. മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകിയോട്, സാരമില്ല മോളെ, എന്തായാലും നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. നിന്നെ പുറത്തു കൊണ്ടുവരും, നീ രക്ഷപ്പെടും എന്നും പറഞ്ഞ് മുത്തശ്ശൻ ജാനകിയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ജാനകി പോലീസ് ജീപ്പിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. ഈ കാഴ്ച കണ്ട എല്ലാവർക്കും ഒത്തിരി സങ്കടമാവുകയാണ്. കാരണം അത്രയും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന അനന്തപുരിയിൽ ഇപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. എല്ലാവർക്കും ഇതൊക്കെ ഒത്തിരി ഷോക്കിംഗ് ആവുന്നുണ്ട്. ജാനകി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് സോഷ്യൽ മീഡിയകളിലും ഒക്കെ വൈറലാവുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ ആദർശ് സങ്കടത്തോടെ, നമ്മൾ ഇത്രയും കാലം പടുത്തുയർത്തിയ അന്തസ്സും അഭിമാനവും എല്ലാം ഈ സംഭവത്തോടെ കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണം അവളാണ്, അനാമിക. സാരമില്ലടാ ആദർശേ, ഇന്ന് കള്ളത്തരത്തിൻ്റെ പേരിൽ എന്തെല്ലാം സംഭവിച്ചാലും നാളെ ഇതെല്ലാം മാറി മറയും. ഇപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമൂഹം തന്നെ നാളെ നമ്മളെ തിരിച്ചറിയും. ഇതൊന്നും ഓർത്ത് ആദർശേട്ടനും മുത്തശ്ശനും ഒന്നും വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് നയന. ഈ കള്ളത്തരത്തിനൊന്നും അധികകാലം ആയുസില്ലെന്ന് നവ്യയും പറയുന്നു. ഇവിടെ അനിയാണെങ്കിൽ ജാനകിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം നയനയും നവ്യയും കൂട്ടിയിട്ട് അനിയെയും ആശ്വസിപ്പിക്കുന്നു. ചെറിയമ്മയെ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അനന്തപുരിക്കാർക്ക് താൻ കാരണം കിട്ടിയ ഈ തിരിച്ചടിയിൽ വല്ലാണ്ട് സന്തോഷിക്കുകയാണ് അനാമിക.
ജാനകിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച കാണുമ്പോൾ വല്ലാണ്ട് മതി മറന്ന് സന്തോഷിക്കുകയാണ് രേവതിയും വേണുവും അനാമികയും. കണ്ടില്ലേ, എന്നെ തല്ലിയതിൻ്റെ ശിക്ഷയാണ് അവർക്ക് കിട്ടിയത്. വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അവരുടെ കാര്യം പോക്കാം. അവരിങ്ങനെ കുറേ കാലം ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. എന്നാൽ ഇത് കേൾക്കുന്ന വേണു പറയുന്നുണ്ട്, മോളെ നീ അധികം സന്തോഷിക്കാൻ വരട്ടെ. അനന്തപുരിക്കാരാണ്, അവരെങ്ങനെയെങ്കിലുമൊക്കെ ജാനകിയെ പുറത്തു കൊണ്ടുവരും. ഇല്ലച്ച, അതൊന്നും നടക്കില്ല. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടത്. അതുകൊണ്ട് അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പഴയ കാലമൊന്നുമല്ല. മീഡിയക്കാർ ഏറ്റെടുത്ത കേസാണ്. വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ പോയാലേ പെട്ടെന്നൊന്നും അങ്ങനെ ഊരിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക സന്തോഷിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞാനിനി ഈ കേസ് പിൻവലിച്ചാൽ മാത്രമേ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇനി പുറത്തു വരാൻ കഴിയൂ. അതിന് ഞാൻ കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന തുക അവരെൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഈ കേസ് പിൻവലിക്കുകയുള്ളൂ. അത് ശരിയാ. രേവതി പറയുന്നുണ്ട്, അനന്തപുരിയിലുള്ള ആരെങ്കിലും ഒരാൾ ഇവിടെ വരാതിരിക്കില്ല. അവർക്കെന്തായാലും ജാനകിയുടെ ജീവിതമാണല്ലോ വലുത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ വരും. ചെയ്തതിനെല്ലാം നമ്മളോട് മാപ്പും പറയും, പൈസയും തരും. വല്ല നക്കാപ്പിച്ചയും തന്ന് നമ്മളെ ഒതുക്കാനാണ് അവരുടെ പരിപാടിയെങ്കിലേ അതിനൊന്നും കൂട്ടു നിൽക്കരുത്. നല്ല കോടികൾ തന്നെ ചോദിച്ച് വാങ്ങണം. എന്നിട്ട് ആ പൈസയും കൊണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി.